ഷഹബാസ് കൊലപാതകം പ്രതിഷേധം ശക്തം. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കം കരുതൽ തടങ്കലിൽ. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. KSUവും MSFുമാണ് സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ KSU പ്രവർത്തകർ പ്രതിഷേധ സമരത്തിനിടെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലെ മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിയവരിൽ നേരത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തക മിവ ജോളിയും ഉണ്ടായിരുന്നു. മതിൽ ചാടിയ പ്രതിഷേധക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ഹോം പരിസരത്തെത്തിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, സംസ്ഥാന ട്രഷറർ അഷ്ഹർ പെരുമുക്ക്, സാബിയത്ത് മയ്യനാട് തുടങ്ങി പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കരുതൽ തടങ്കലിലാക്കി. അതേസമയം കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കെയർ ഹോമിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് KSUവും MSFും. രാവിലെ 6:30 മണിയോടുകൂടി കെയർ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ച 6 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ വീണ്ടും പ്രതിഷേധവുമായി KSUവും യൂത്ത് കോൺഗ്രസും എത്തുകയായിരുന്നു. ഷഹബാസ് മണ്ണിനടിയിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ ഉറങ്ങുമ്പോൾ ഷഹബാസിന്റെ കൊലയാളികളും പരീക്ഷ എഴുതേണ്ട എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കെയർ ഹോമിന് മുന്നിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെയും MSFിന്റെയും തീരുമാനം. വൻ പോലീസ് സന്നാഹത്തെ വെള്ളിമാടുകുന്ന് കെയർ ഹോമിന് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തായിരുന്നു കുറ്റാരോപിതരായവരുടെ പരീക്ഷാ കേന്ദ്രം താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കോഴിക്കോട് വെള്ളിമാടുകുന്നിലേക്ക് മാറ്റിയത്. താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 5 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തിന്റെ ചുവടുപിടിച്ച് നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിലായിരുന്നു 15-കാരനായ ഷഹബാസിന് ജീവൻ നഷ്ടമായത്.